വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര സ്കൂളിലെ മാനേജ്മെന്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു. സ്കൂളിന്റെ ഭരണം താൽക്കാലികമായി സർക്കാർ ഏറ്റെടുത്തു. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപമാണ് സ്കൂൾ മാനേജറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ നടപടിയെ വെല്ലുവിളിക്കുന്നില്ലെന്ന് മാനേജർ ആർ തുളസീധരൻ പിള്ള പ്രതികരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച തേവലക്കര സ്കൂളിലെ മാനേജ്മെന്റിനെയാണ് സർക്കാർ പിരിച്ചുവിട്ടത്. സ്കൂൾ മാനേജറായി പ്രവർത്തിച്ച ആർ തുളസീധരൻ പിള്ളയെയും വിദ്യാഭ്യാസ വകുപ്പ് അയോഗ്യനാക്കി. സ്കൂളിന്റെ നിയന്ത്രണം സർക്കാർ താൽക്കാലികമായാണ് ഏറ്റെടുത്തത്. ഇനി മുതൽ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂൾ മാനേജറായി പ്രവർത്തിക്കും. സ്കൂളിന്റെ നടത്തിപ്പിനായി മാനേജ്മെന്റ് ഫണ്ട് DO ഇനി മുതൽ ഉപയോഗിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. ഗവൺമെന്റിന്റെ താല്പര്യമുള്ള സ്കൂളെന്നോ അല്ലെങ്കിൽ LDFന് താല്പര്യമുള്ള സ്കൂളെന്നോ ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല. സുരക്ഷ ഉൾപ്പെടെ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കും വരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് സ്കൂളിന്റെ ഭരണം നിർവഹിക്കുക. സർക്കാർ നടപടി അംഗീകരിക്കുന്നുവെന്നായിരുന്നു സ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ളയുടെ പ്രതികരണം. വൈദ്യുതി ലൈനിന് കീഴിൽ ഷെഡ് പണിയുമ്പോൾ താനായിരുന്നില്ല മാനേജറെന്നും തുളസീധരൻ പിള്ള പറഞ്ഞു. ഞാൻ ആ നടപടിയെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. ഞാനും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഒരു സർക്കാരിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനം ഉചിതമാണ് എന്ന നിലയ്ക്കാണ്. ഞാൻ സർക്കാരിനെ വെല്ലുവിളിക്കാനൊന്നും ഞങ്ങളാരും ഉദ്ദേശിക്കുന്നുമില്ല. ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട് പുതുക്കിപ്പണിയാൻ 3 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചു. സ്കൂൾ മാനേജ്മെന്റും KSTയും 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. നേരത്തെ സ്കൂൾ പ്രധാനാധ്യാപികയെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശപ്രകാരം മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.